നിങ്ങളുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് ഒട്ടപ്പാറയിൽ 8ാം വാർഡിൽ ഞാൻ അടിച്ചിട്ടില്ല അവനെ. മാറി നിക്കണടെ ഹിമാരാളെ കുന്തം മാറ്റണ ചെയ്ത്താനെ കണ്ണി തട്ടു. ഹാജരെ നോമി കാര്യത്തില് ഒരു തീരുമാനം അങ്ങോട്ട് ഉണ്ടാക്കാം. എന്ത് തീരുമാനം? മാറ്റിയ ഞമ്മക്കാകപ്പാടുണ്ടായിരുന്ന ഒരു സാധനമാണത്. പക്ഷെങ്കിൽ ഈ കള്ളതായി ഹാജരെ സഭയിൽ തെറി പറയരുത്. ഇത് നോക്കിയേ, താൻ തന്ന പരാതിയില് മുഴുവൻ അക്ഷരം തെറ്റാളോ? ശരിയാണല്ല, ഇതൊക്കെ ഓർക്കണ പറയണ്ട പണ്ടാരടങ്ങാനായിട്ട്. ആമിനാനെ പിടിച്ചാണ് മാറ്റിയ. ഇതല്ലേ ഹാജരെ ആ ട്രോസറിന്റെ ബില്ല? ഇതന്നെ ഓന്റെ കുണ്ടിക്ക് 4 പടാണ്ട് പഠിച്ച തത്ത പറഞ്ഞ പോലെ അങ്ങനെ പറയല്ലേ, ചന്തിന്ന് പറയൂ. എന്റെ ചന്തിക്കടിച്ചാൽ എന്റെ വിധം മാറും, ആ ഓർമ്മയിരിക്കും. എല്ലാരും മിണ്ടാണ്ടിരിക്കുക. അങ്ങനെയാണെങ്കിൽ നാം ഒരു തീർപ്പാണ് കൽപ്പിക്കാം. എന്താന്ന് വെച്ചാ ബീരാൻ പോയി ട്രൗസർ എവിടെ എനിച്ചാണ് കൊണ്ടുവരാ. അതുവരെ ആമിനെ ഇവിടെ നിൽക്കുക. അനുവദിക്കില്ല. നീ അങ്ങോട്ട് പോയാ നമുക്ക് എന്താ ഒരു നേരം പോക്കിന്റെ അവനോ? മിന്നൽ മൊയ്തീൻ IPS 1900-2009 കോളിളക്കം സൃഷ്ടിച്ച കോണക കേസിൽ അതിസാഹസ്യമായി തെളിയിച്ച അന്വേഷണ ഉദ്യോഗസ്ഥൻ. ഷാപ്പിൽ മുങ്ങി ശവപ്പെട്ടിയിൽ പൊങ്ങും, അതാണ് ഇവന്റെ പ്രകൃതം. ശേഷം സ്ക്രീനിൽ ആടി കിടക്കുന്ന 4-5 വച്ചനും വേണ്ടി 5-6 കായി വെള്ളം കുടിച്ച് പറഞ്ഞ മാതിരി ഈ കടലിൽ നിറച്ച് വെള്ളമാണല്ല. എന്റെ കച്ചൊന്നോട് പിടിച്ച ജബ്ബാറെ. എവിടുന്നാണ്ട ഈ ആട്ടുംകാല്? അതെന്റെ വൈലാപ്പാന്റെ ആട്ടുംകാല പോയിക്കാജ അവിടുന്ന്. ഇതൊന്നും അങ്ങോട്ട് പൊടിച്ചാണ്ട. മെയ്തീനൊന്ന് അവിടെ നിന്നാണ്ട. എൻ്റെ അടുത്ത് ഒരു കാര്യം പറയാണ്ട്. എനിക്കൊരു കൊന്തും പറയാണ്ട്. എന്റെ അല്ലേ ഏതാണ്ട് ചെയ്തമാര് എൻ്റെ അടുത്തേക്ക് CID പണി പഠിച്ചാൽ വന്ന ആൾക്കാരാണ്, പൊട്ടന്മാരാണ്. 5 10 ഒക്കെ കൊടുത്താൽ മതിയാവും. ഇതാവുമ്പോ നമ്മക്ക് തല്ലും കൊള്ളൂല പഴയ പോലെ. ഞാൻ നാട്ടിലെ ഏറ്റവും വലിയ തല്ലുള്ളൂ. ഞാനും മോശമല്ല. ഇതൊന്ന് സമ്മതിക്കിന്റെ മെയ്തീനെ. അങ്ങനെയാണെങ്കിൽ നമുക്ക് നാളെ തന്നെ ആ കേസിന്റെ അന്വേഷണം തുടങ്ങാം. ഇന്ന് എന്താഴ്ച? നാളെ വ്യാഴാഴ്ച. അങ്ങനെയാണെങ്കിൽ നമുക്ക് ബുധനാഴ്ചയും കഴിഞ്ഞ് വെള്ളിയാഴ്ച കഴിഞ്ഞാണ് വ്യാഴാഴ്ച. അടുത്ത ഞായറാഴ്ച ജുമ കഴിഞ്ഞിട്ടാണ് തുടങ്ങാം. വളച്ചൊനഞ്ഞപ്പോ ഞായറാഴ്ച ചുമയ്ക്കും പോണ്ടി വരും. അന്റെ തലക്കൊന്നാണ് തരുഞ്ഞ. ആരെ വള്ളി ടൗസർ അപ്പൊ കാണാല്ലാത്തത്? അന്റെ ഉപ്പൂപ്പാന്റെ വള്ളി ടൗസർ എന്തിയെ? അല്ല മെയ്തീനെ, എന്താ എന്റെ കജ്ജിലൊരു കീറക്കണ്ടം? അത് ഈ കീറക്കണ്ട എന്താ നിങ്ങളൊന്നവിടെ പറഞ്ഞാണി. അത് പിന്നെ ഒരു ടവലല്ലേ? ഇത് ചിന്നാളാ കോയാക്കാന്റെ വീടിൽ പോയപ്പോ കായ് കൊടുക്കാണ്ട വാങ്ങിയ സാധനല്ലേ. ഇത് ഇനി കളഞ്ഞിട്ടില്ലല്ലടാ ഈ മാറേജ്. അതെന്റെ വല്യാപ്പ. ആനക്കൊക്കെ നക്കാൻ തന്നെ കായ് കൊണ്ട് 2 കോച്ചനാട്ടിനെ മേടിക്കുകയാണെങ്കിൽ അതിന്റെ ആട്ടും കാട്ടെങ്കിലും കിട്ടിയിരുന്നു. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കി, അഞ്ചുവാജി ചില്ലറക്കാരനല്ല. ട്രൗസറായിട്ട് ചെന്നല്ലേച്ച് ഓനെ മച്ചെടുക്കും. മനസ്സിലാക്കി? പിന്നെ ഞാനൊരു തമാശക്ക് തല്ലടും. അതിൻ്റെ ഒരു തമാശ. ഏതാണ്ടാ സ്ഥലം? അത് പൊട്ടമ്പില്ലേ?
ആശാനെ നമ്മൾ പറഞ്ഞത്. അപ്പോൾ നമ്മൾ രാവിലെ തന്നെ പട്ടാമ്പിയിൽ നിന്ന് പാലക്കാട് ബസ്സിന് കയറും. ആ ബസ്സിന് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടുന്ന് മറ്റേ ഗുണ്ടൽപേട്ടയ്ക്കുള്ള ഒരു റോഡുണ്ട്. ആ റോഡിന് പോയാൽ ഇടത്തോടത്തേക്ക് ഒരു ഇടയുണ്ട്. ആ ഇടയിൽ കൂടെ പോയാൽ നമുക്ക് സ്ഥലം കാണാം. അങ്ങോട്ട് മാറിൻ്റെ സ്ഥലത്താണ് നമ്മൾ പോവാം. വേണമെങ്കിൽ പോയി പണ്ടാരടങ്ങാനായിട്ട്. എല്ലാതും പറക്കോ എന്തൊക്കെയാണ് ചങ്ങായി വിളിച്ചത്? നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലായോ? ഞമ്മക്കൊന്നും മനസ്സിലായില്ല. അതല്ലടാ കുട്ടാപ്പിയെ, ഞമ്മക്കും മനസ്സിലായിട്ടല്ല. പക്ഷേങ്കിൽ പിന്നെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൻ്റെ പിന്നാലെ എങ്ങനെ പാലും കുടിച്ച് കിടക്കുന്നത് കുടുംബം പട്ടണാണല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. ഇതെന്നെങ്ങാനും എത്തുമോടെ? പറയാത്തിന്ന് വൈദ്യനെ കണ്ടുപിടിച്ചിട്ടില്ലെങ്കിൽ എൻ്റെ ആമനിയുടെ കാര്യം എനിക്ക് ഓർക്കാൻ പോലും വയ്യ. ഒന്ന് ഉപയോഗിക്കുമ്പോൾ എൻ്റെ ചങ്ങാതി. താനിത് എവിടുന്ന് വരികയാണ് പണ്ടാരത്? ഒന്നും ഉണ്ടാതിരുന്ന അവിടെ രാവിലെ തന്നെ വരുന്നത് മനുഷ്യനെ ഇടങ്ങാറാക്കാനായിട്ട് ഓരോ സാധനങ്ങൾ. തനിക്ക് പറ്റില്ലേ ഇരുന്നാൽ മതി, അല്ലെങ്കിൽ എടുത്താണ് ചാടിക്കോ അങ്ങോട്ട്. പോടാ മുട്ടത്തലയ, നിന്റെ ഒരു മണ്ടത്തോണി. മെയ്തീൻ എവിടെ പോയി കിടക്കുകയാണോ? ഷടാ, മെയ്തീൻ്റെ വഞ്ചിയാണല്ലോ ഈ കിടക്കുന്നത്. മെയ്തീനെ, എടാ മെയ്തീനെ. മെയ്തീനെ